മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈ ലോകത്തിന് ഒരവസാനമുണ്ട്. ലോകം അവസാനിക്കുന്നതാണ്. ദൈവപുത്രന്റെ വരവുണ്ടാകും. ആ വരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണം. ഈ ലോകം അവസാനിക്കും, അത് ഉറപ്പാ. ഈ ലോകത്തിന്റെ അവസാനത്തിന് ശേഷം ദൈവത്തിന്റെ പുത്രൻ കടന്നുവരും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുക്കത്തോടെ ആയിരിക്കണം. ഈശോനാഥൻ വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മോട് അരുളി ചെയ്യുന്നത് ഇതാണ്. ഈ ലോകം അവസാനിക്കുമ്പോൾ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായി കടന്നു വരുമെന്നുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈശോയുടെ വരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രത്യാശയോടെ കാത്തിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകാവസാനത്തെ നമ്മൾ ആരും ഭയപ്പെടേണ്ടതില്ല. ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടത് ഈശോയുടെ വരവിൽ അവനെ സ്വീകരിക്കാൻ ഒരുക്കമുള്ളവരാണോ നമ്മൾ ഓരോരുത്തരും. ദൈവത്തിനൊപ്പം ജീവിക്കാത്ത നിമിഷങ്ങളെ ഓർത്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കമില്ലാതെ അവിടുത്തോടൊപ്പം ജീവിക്കാത്ത നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം. ലോകാവസാനത്തെ ഭയപ്പെടേണ്ട. ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ, അവസാനിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ, ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്കൊത്ത് നടന്നാൽ, ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം. കാരണം ലോകം അവസാനിക്കുന്നതാണ്. ലോകത്തിനുള്ളതെല്ലാം അവസാനിക്കുന്നതാ. ദൈവത്തിനോടൊപ്പം ജീവിക്കാത്ത നിമിഷങ്ങൾ, അവന്റെ വചനമനുസരിച്ച് ജീവിക്കാത്ത നിമിഷങ്ങളെ, അവന്റെ വഴികളിലൂടെ നടക്കാത്ത നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുക തന്നെ വേണം. കാരണം അവന്റെ വരവിൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് അവൻ വരുമ്പോൾ ഒരുക്കമില്ലാത്തവരായി നമ്മളെ കാണപ്പെട്ടാൽ നമ്മളെല്ലാം നാശത്തിലേക്ക് കടന്നുപോകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അവന്റെ വരവ് വിമോചനം നൽകാനാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിനൊരു വിമോചനം നൽകാനാണ്. നിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് നിന്റെ കുടുംബത്തിനൊരു വിമോചനം നൽകാനാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും, വേദനകളിൽ നിന്നും, പാപത്തിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും വിമോചനം നൽകാൻ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വരും. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഒരുക്കമുള്ളവളായി നിന്നെ കാണണം. ഇല്ലെങ്കിൽ അവിടുന്ന് നൽകുന്ന വിമോചന അനുഭവം സ്വീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയുടെ ഒരുക്കം നമുക്കുണ്ടാകട്ടെ. കരുണയുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തി കരുണയുടെ ഒരു ഒരുക്കം നമുക്കുണ്ടാകട്ടെ. വിശുദ്ധിയുടെ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നന്മയുടെ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹത്തിന്റെ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ക്ഷമയുടെ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മാനസാന്തരത്തിന്റെ ജീവിതത്തിന്റെ ഒരുക്കം നമുക്കുണ്ടാകട്ടെ. ഈശോയുടെ വരവുണ്ട്. ആ വരവ് നമുക്ക് വിമോചനം നൽകാനാണ്. ആ വിമോചന അനുഭവത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം, ക്ഷമിക്കാം, സ്നേഹിക്കാം, നന്മ ചെയ്യാം, വിശുദ്ധിയോടെ ജീവിക്കാം, മാനസാന്തരത്തിന്റെ വഴി തെരഞ്ഞെടുക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈശോയെ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള കൃപ ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. അങ്ങയുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.